നമസ്കാരം. 12 മെയ് 2026 ലോകം മുഴുവൻ ഇൻ്റർനാഷണൽ നഴ്സസ് ഡേ ആയിട്ട് ആചരിച്ചപ്പോൾ ഓസ്ട്രേലിയക്കാർ മുഴുവൻ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ബജറ്റിലേക്കാണ് നോക്കിയിരുന്നത്. ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ അക്കൗണ്ടൻ്റാണ് നിങ്ങളുടെ പേഴ്സണൽ സെനാരിയോയിൽ ഇതെങ്ങനെ നിങ്ങളെ ബാധിക്കുന്നു മനസ്സിലാക്കി തരേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഓസ്ട്രേലിയൻ ടാക്സേഷൻ ഓഫീസിലോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ബ്ലോഗും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. പക്ഷേ എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഒന്നാമത് നെഗറ്റീവ് ഗിയറിംഗ് ആണ് പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ നെഗറ്റീവ് ഗിയറിങ് 12 മെയ് 7:30 മുമ്പ് കോൺട്രാക്റ്റ് എഴുതിയ എല്ലാവർക്കും, അല്ലെങ്കിൽ നേരത്തെ ഉള്ള ഇൻവെസ്റ്റേഴ്സിന് എല്ലാവർക്കും നെഗറ്റീവ് ഗിയറിംഗ് ആപ്ലിക്കബിൾ ആണ്. അത് ഗ്രാൻഡ് ഫാദർ എന്നാണ് പറയുന്നത്. അത് നിലനിൽക്കും. അതിനുശേഷം വരുന്ന എല്ലാ പ്രോപ്പർട്ടികൾക്കും 1 വർഷം കൂടെ നെഗറ്റീവ് ഗിയറിംഗ് ആപ്ലിക്കബിൾ ആയിരിക്കും. അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ഗിയറിംഗ് ഫോർ ലോങ് അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഈ ടാക്സിൻ്റെ റിഫോം വന്നിരിക്കുന്നത്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവ് ഗിയറിംഗ് എവിടെയും പോകുന്നില്ല. നെഗറ്റീവ് ഗിയറിംഗ് എന്ന് വെച്ചാൽ അതിനകത്ത് സാധാരണ രീതിയിൽ ഇപ്പോൾ $25,000 നിങ്ങൾ പ്രോപ്പർട്ടിയുടെ നിങ്ങളുടെ വരുമാനം അല്ലെങ്കിൽ ഇൻകം, അതിൻ്റെ എക്സ്പെൻസ് $35,000 ആണെങ്കിൽ ആ ഡിഫറൻസ് വരുന്ന $10,000 ഇതുവരെ നെഗറ്റീവ് ഗിയറിങ്ങിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാലറിക്ക് അഗെയിൻസ്റ്റ് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. പേഴ്സണൽ ടാക്സിൽ അത് കുറയ്ക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പം ആ $10,000 ക്യാരി ഫോർവേഡായി ഇപ്പം ഒരു 10 വർഷം നിങ്ങളുടെ പ്രോപ്പർട്ടി കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ വർഷം $10,000 നഷ്ടം വന്ന് ഗ്രാജുവലി ആ നഷ്ടം കുറയും. അത് കഴിഞ്ഞ് നിങ്ങൾ വിൽക്കാൻ നേരത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് ഇത് കുറയ്ക്കും. അപ്പോൾ നെഗറ്റീവ് ഗിയറിങ് എഫക്റ്റീവ്ലി നമ്മുടെ പേഴ്സണൽ സാലറി അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നു. പക്ഷേ ആ ഒരു നഷ്ടം നമുക്ക് വേറെ രീതിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയാണ് എനിക്കിതിനെ മനസ്സിലാക്കാൻ സാധിച്ചത്. പിന്നെ രണ്ടാമത്തത് ഇവിടെ ഉള്ളത് ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ ഒരു റിഫോമാണ്. ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 2027 ജൂൺ വരെ ഇപ്പോൾ ഉള്ള നിയമം നിലനിൽക്കും. അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഒരു പ്രോപ്പർട്ടി വിറ്റ് കഴിയുമ്പോൾ $1,00,000 ലാഭം കിട്ടിയെങ്കിൽ അതിൻ്റെ $50,000 നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട, ബാക്കി $50,000 ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. പക്ഷേ ജൂൺ 2027 ശേഷം ആ നിയമം മാറിയിട്ട് നമുക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രപ്പോസലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ. പിന്നെ സാധാരണ ആൾക്കാർക്ക് 70% ഓസ്ട്രേലിയയിലെ ആളുകൾ ഹോം ഓണേഴ്സാണ്. അവർക്ക് യാതൊരു നിയമത്തിലും മാറ്റമില്ല. കാരണം നിങ്ങളൊരു വീട് വാങ്ങി 1 വർഷം കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ലാഭം എവിടെയും നഷ്ടപ്പെടുന്നില്ല. അത് നിങ്ങൾക്ക് തന്നെ കീപ്പ് ചെയ്യാം. അതുപോലെ സൂപ്പർ ഫണ്ടിൽ പ്രോപ്പർട്ടി വാങ്ങുന്ന ആളുകളെ ഇത് ബാധിക്കുന്നില്ല. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെയാണ് പല ഇൻവെസ്റ്റേഴ്സ് ഇത് ബാധിക്കുമെന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ നെഗറ്റീവ് ഗിയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ഉപയോഗിക്കുന്ന ഒരു പാത്വേ അല്ല. നെഗറ്റീവ് ഗിയറിങ്ങിലാണ് നിങ്ങൾ കണ്ണു നട്ടിരിക്കുന്നതെങ്കിൽ, ഈ ഒരു പാത്വേയിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി ജേണി വളരെ ചുരുങ്ങിപ്പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ബാങ്ക് നോക്കുമ്പോൾ നെഗറ്റീവ് ഗിയറിംഗ് ഒരു നല്ല സ്ട്രാറ്റജി ആയിട്ടല്ല അവർക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ പ്രോപ്പർട്ടി കൂടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേറെ പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഒരു അവസരം ഇവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം ബോറോയിങ് കപ്പാസിറ്റി ഇവിടെ കുറയുകയാണ്. ഇപ്പോൾ നെഗറ്റീവ് ഗിയറിംഗ് ഹൈ ഇൻകം ഏണേഴ്സിന് ടാക്സ് ഏജൻറ്റുമാരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾ സ്മാർട്ട് ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങളെപ്പോഴും പോസിറ്റീവ് ഗിയർഡുള്ള ഒരു പ്രോപ്പർട്ടിയിലേക്കാണ് നിങ്ങൾ നോക്കേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പോസിറ്റീവ് ഗിയർഡ് പ്രോപ്പർട്ടികൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ന്യൂട്രലി ഗിയർഡ് അല്ലെങ്കിൽ കുറച്ച് നഷ്ടം വരുന്ന പ്രോപ്പർട്ടികൾ വാങ്ങുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ ചെയ്യാനുള്ളത്. ഇനിയിപ്പം ഒരുപാട് പ്രോപ്പർട്ടികൾ വാങ്ങുന്ന ആളുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന സ്ട്രക്ചർ വ്യത്യാസമുണ്ട്. അവർ കമ്പനി സ്ട്രക്ചറോ അല്ലെങ്കിൽ ട്രസ്റ്റിൻ്റെ സ്ട്രക്ചറോ ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്മാർട്ട് ഇൻവെസ്റ്റേഴ്സിനെ എപ്പോഴും ഈ നെഗറ്റീവ് ഗിയറിംഗ് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ഏത് സാഹചര്യത്തിലും ഉണ്ട്. അത് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം പേഴ്സണൽ നെയിമിൽ വാങ്ങാതെ കമ്പനി സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ട്രസ്റ്റ് സ്ട്രക്ചറിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഒരിക്കലും നെഗറ്റീവ് ഗിയറിംഗ് ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ പുതിയൊരു പ്രോപ്പർട്ടിക്ക് വലിയ വില കൊടുത്ത് വാങ്ങില്ല. ഒരു $9,00,000 പുതിയ വീട് കിട്ടിക്കഴിഞ്ഞാൽ $600 റെൻറ്റ് കിട്ടുന്നതെങ്കിൽ അവിടെയുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ്. അത് പിന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ വാങ്ങാനുള്ള പ്രോപ്പർട്ടിയുടെ അവസരം കുറയ്ക്കുകയും ചെയ്യും. ഇവിടുത്തെ അവസരങ്ങൾ മനസ്സിലാക്കുക, നല്ല സ്ട്രക്ചറിൽ പ്രോപ്പർട്ടികൾ വാങ്ങുക. ഒരുപാട് പ്രോപ്പർട്ടികൾ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും റൈറ്റ് സ്ട്രക്ചറിൽ പ്രോപ്പർട്ടി വാങ്ങി ഈ ടാക്സിൻ്റെ റിഫോം നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ മാറ്റാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.